അനുഭൂതമളീകം ചാപി. നമ്മൾ അനുഭവിച്ചതൊക്കെ കള്ളമാണ്, മിഥ്യയാണ്. അളീകം സത്യവത് സ്ഥിതം. പക്ഷേ ഈ മിഥ്യ സത്യമെന്ന പോലെയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അത് മിഥ്യയാണ് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വാസ്തവത്തിൽ പ്രപഞ്ചം മിഥ്യയാണ്, പക്ഷേ സത്യമെന്ന പോലെയാണ് അത് നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നത്. സംവിദേവ യഥാസ്വപ്നെ നഗരാതിഥയോദിത. എങ്ങനെയാണോ സ്വപ്നത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചിത്ത് നഗരം തുടങ്ങിയ പല വസ്തുക്കളുമായി മാറുന്നത്. സ്വപ്നത്തിൽ ഒന്ന് മറ്റൊന്നായി മാറുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മാറുന്നില്ല എന്നാണ് അർത്ഥം. സ്വപ്നത്തിൽ ഞാൻ ദേവനായി തീർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദേവനായിട്ടില്ല, ദേവനായതുപോലെ തോന്നി, അത്രയേ ഉള്ളൂ. അതുപോലെ ഈ സത്യം എന്ന പോലെ തോന്നുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം. വാസ്തവത്തിൽ അത് അസത്യം തന്നെയാണ്. സ്വപ്നത്തിൽ ചിത്ത് തന്നെ അനേകം രൂപങ്ങൾ കൈക്കൊള്ളുന്നത് പോലെ ജാഗ്രത്തിലും ഇതേ ചിത്ത് ജീവന്മാരും പ്രപഞ്ച പദാർത്ഥങ്ങളും എന്ന പോലെ കാണപ്പെടുന്നു. യദ്യളീകമേവ തർഹി കഥം അനുഭൂതം. പ്രപഞ്ചം മിഥ്യയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്നു? അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്ന് സത്യമാണെന്ന് തീരുമാനിക്കരുത്. കാരണം ഇല്ലാത്തതും അനുഭവപ്പെടാം. ഇല്ലാത്തത് അനുഭവപ്പെടുന്നതിനെയാണ് മായ, മിഥ്യ, ഇന്ദ്രജാലം എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു പ്രമാണമല്ല. അങ്ങനെയാണെങ്കിൽ സ്വപ്നവും നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണല്ലോ. സത്യമാണോ? അല്ല, അനുഭവിക്കുമ്പോൾ സത്യമാണ്. ഉണർന്നെഴുന്നേറ്റാൽ ഒക്കെ പോയില്ലേ? അതുപോലെ ഈ ജാഗ്രതാകുന്ന സ്വപ്നത്തിൽ നിന്ന് ഉണരൂ, ഈ ജാഗ്രത മിഥ്യയാണ് എന്ന് അപ്പോൾ അറിയാൻ പറ്റും. അതുവരെ ഇത് സത്യം എന്ന പോലെ ആയിരിക്കും കാണപ്പെടുക. യദ്യളീകമേവ തർഹി കഥം അനുഭൂതം കഥം വാ സത്യവത് സ്ഥിതം. ഏതാണ് ഈ കള്ളത്തിൻ്റെ വേഷം കെട്ടി നിൽക്കുന്നത്? മിഥ്യയായി കാണപ്പെടാൻ ഒന്ന് വേണം. കാഴ്ചയിലാണ് ഈ മിഥ്യാത്വം ഉള്ളത്. മിഥ്യയായി കാണപ്പെടുന്ന ഒന്നുണ്ടാവും, അത് മിഥ്യയല്ല, അത് സത്യമാണ്. സർപ്പമായി കാണപ്പെടുന്നത് കയറാണ്, കയർ വാസ്തവമാണ്. അതിൽ ആരോപിക്കപ്പെടുന്നതാണ് സർപ്പം, ആ സർപ്പമാണ് കള്ളം. ഇതുപോലെ ആരോപിക്കപ്പെടുന്ന എന്തും കള്ളവും. ഏതിലാണോ ആരോപിക്കപ്പെടുന്നത് അത് സത്യവുമായിരിക്കും. സത്യത്തെ കണ്ടു കഴിഞ്ഞാൽ കള്ളത്തിൻ്റെ മിഥ്യാത്വം പിടികിട്ടുകയും ചെയ്യും. അപ്പോൾ ആത്മാവിനെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള സത്യം അറിയാൻ പറ്റൂ. അപ്പോൾ ഇല്ലാത്തത് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശശൃംഗാദാ ഉഭയാദർശനാത് തത്രാഹ. ശശശൃംഗം എന്ന് പറഞ്ഞാൽ മുയലിൻ്റെ കൊമ്പ്. മുയലിൻ്റെ കൊമ്പിനെ യഥാർത്ഥത്തിൽ ആരും കണ്ടിട്ടില്ല. അതിനെ ഭ്രമം എന്ന് പോലും പറയാൻ പറ്റില്ല. ഭ്രമം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കണം. മുയലിൻ്റെ കൊമ്പിനെ ആരും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് അസത്താണ്. പക്ഷേ മഴവില്ല്, മരീചിക തുടങ്ങിയവ നമ്മൾ അനുഭവിക്കുന്നതാണ്. അനുഭവിച്ചാലും ഇല്ലാത്തതാണ്. അതിനെയാണ് മായ അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായും ഇല്ലാത്ത ഒന്ന്, തികച്ചും അസത്യമായ ഒന്ന് അനുഭവപ്പെടില്ല. അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ അനുഭവത്തിൽ സത്യവും മിഥ്യയും കലർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഒന്നിനെ ഉണ്ട് എന്നറിയുമ്പോൾ ഉണ്ട് എന്നുള്ള അനുഭവം സത്യം. പക്ഷേ നാമരൂപങ്ങളെയാണ് നമ്മൾ ഉണ്ടെന്ന് അറിയുന്നത്. ആ നാമരൂപ അനുഭവം കള്ളം. കയറിൽ സർപ്പത്തെ കാണുന്ന ഒരാൾ കയറിനെയും ചേർത്താണ് കാണുന്നത്. കയർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പാമ്പ് കാണപ്പെടില്ല. അപ്പോൾ സർപ്പമാണ് എന്ന് ഒരാൾ തെറ്റിദ്ധരിക്കുമ്പോൾ ആ ഇല്ലാത്ത സർപ്പത്തിൻ്റെ അല്ലെങ്കിൽ മിഥ്യയായ സർപ്പത്തിൻ്റെ അധിഷ്ഠാനമായ സത്യവസ്തുവായ കയറിനെ നമ്മൾ ചേർത്ത് കാണുന്നു.
പക്ഷേ കയറ് എന്നുള്ളത് നമ്മുടെ അനുഭവ മണ്ഡലത്തിലില്ല. കാരണം പാമ്പിനെ സത്യമാണെന്ന് കരുതി ഭ്രമിച്ചുപോയി. അപ്പോൾ പാമ്പ് മാത്രമേ നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ പാമ്പ് ഭ്രമമാണെന്ന് തിരിച്ചറിയുന്ന ഒരാൾ, അയാൾ ഏതിലാണ് ഈ സർപ്പഭ്രമം തോന്നിയത് എന്ന് ചിന്തിക്കുമ്പോൾ അധിഷ്ഠാനമായ കയറിനെ അയാൾ കണ്ടെത്തുന്നു. അതുകൊണ്ട് ഇത് ഭ്രമമാണ് എന്ന കാര്യം നമ്മുടെ ബുദ്ധി അംഗീകരിക്കണം. ഏത്? ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള വസ്തുത, ആ പരമാർത്ഥം നമ്മുടെ ബുദ്ധി ആദ്യം അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണം സുഗമമായിരിക്കത്തുള്ളൂ. പ്രപഞ്ചത്തിന് സത്യത്വം നൽകിക്കൊണ്ടുള്ള ഒരു ആത്മീയ യാത്ര പരാജയപ്പെടും. അയാൾ ലക്ഷ്യത്തിലെത്തുകയേയില്ല. ഇതില്ലാത്തതാണ് എന്ന് ബുദ്ധിപരമായിട്ടെങ്കിലും ഗ്രഹിക്കണം. എന്നിട്ട് നിങ്ങളുടെ യാത്ര തുടരൂ. നിങ്ങൾ സത്യത്തെ കണ്ടെത്തും. ഈ പ്രപഞ്ചം തന്നെ സത്യമെന്ന് കരുതിയാൽ പിന്നെ നിങ്ങൾ വേറെ എന്തിനെയാ സാക്ഷാത്കരിക്കാൻ പോകുന്നത്? ഈ പ്രപഞ്ചത്തിൽ തന്നെ ജനിച്ചു, ഇവിടെ ജീവിച്ചു, ഇതിനെ സത്യമെന്ന് കരുതി കുടുംബവും കുട്ടികളും പണവും വീടും പേരും പുകഴും ഒക്കെ വാസ്തവമെന്ന് കരുതി അവസാനം ഇവിടെ തന്നെ ചത്തുപോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതമാണ് കൂരിരുട്ടിൽ അവസാനിക്കുന്നത്. അന്ധം തമഃ പ്രവിശന്തി യേ അവിദ്യാമുപാസത്തെ. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിൽ, അന്ധതമസ് എന്ന് പറഞ്ഞാൽ കൂരിരുട്ട്, ഒരു തരി വെളിച്ചം പോലുമില്ല, കൂരിരുട്ട്. ആ കൂരിരുട്ടിൽ ജനിച്ച് കൂരിരുട്ടിൽ ജീവിച്ച് കൂരിരുട്ടിൽ മരിച്ചു പോകുന്നവരാവരുത് നമ്മളാരും. സത്യത്തിൻ്റെ കൈത്തിരി കത്തിക്കണം. ഒരല്പമെങ്കിലും പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കണം. ആ പ്രകാശത്തിൻ്റെ ഒരല്പം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ മഹാഭാഗ്യവാൻ. താൻ അറിഞ്ഞ സത്യത്തെ പ്രചരിപ്പിക്കണം. താൻ പഠിച്ചത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മോശമായ കാര്യങ്ങളല്ല, നല്ല കാര്യങ്ങൾ. താൻ പലതും പഠിച്ചിട്ടുണ്ടാവും, നല്ലതും ചീത്തയുമായ പലതും താൻ അറിഞ്ഞു വച്ചിട്ടുണ്ടാവും. എല്ലാം പഠിപ്പിക്കാൻ നിൽക്കരുത്. ഒരു വ്യക്തിയെ പൂർണ്ണ മനുഷ്യനാക്കി മാറ്റാൻ ഉതകുന്ന കാര്യങ്ങൾ ഒരാൾ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പ്രചാരം നൽകേണ്ടതാണ്. ഞാൻ അനുഭവിച്ച ആനന്ദം ഈ ലോകർ മുഴുവൻ അനുഭവിക്കട്ടെ, എല്ലാവരും സുഖിക്കട്ടെ, എല്ലാവരും ആനന്ദിക്കട്ടെ. ഇങ്ങനെ ഒരു വിശാലമായ മനസ്ഥിതിയാണ് ഈ സത്യത്തെ പ്രചരിപ്പിക്കാൻ ജ്ഞാനികൾക്ക് പ്രചോദനം നൽകിയിട്ടുള്ളത്. ഞാൻ അനുഭവിച്ചു, എനിക്ക് തൃപ്തിയായി. ഞാൻ ഒരിടത്ത് കണ്ണു അടച്ച് ഏതെങ്കിലും ഗുഹയിലോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ കൊട്ടാരത്തിലോ എവിടെയെങ്കിലും ഞാൻ ആ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ കഴിയും. സുഹൃത്തെ, നിങ്ങളുടെ ഉള്ളിൽ സ്വാർത്ഥത ഇനിയും ബാക്കിയുണ്ട്. എന്തുകൊണ്ട് ഇത് പുറത്തിറങ്ങി വിളിച്ചു പറയുന്നില്ല? ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദനോട് അതാണ് പറഞ്ഞത്. നീ സത്യം സാക്ഷാത്കരിക്കണം കുഞ്ഞെ. സാക്ഷാത്കരിച്ചിട്ട് തെരുവിലിറങ്ങി വിളിച്ചു പറയണം. കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ പോട്ടെ. പക്ഷേ വിളിച്ചു പറയാൻ വന്നവനാണ് നീ. വിളിച്ചു പറയേണ്ടത് നിന്റെ ജീവിത ലക്ഷ്യമാണ്. നീ വിളിച്ചു പറയുക തന്നെ വേണം. ഇതാണ് വിവേകാനന്ദ സ്വാമികൾക്ക് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ശ്രീരാമകൃഷ്ണദേവൻ നൽകിയ ഉപദേശം. എന്നാൽ ഈ ശ്രീരാമകൃഷ്ണദേവൻ ഈ സത്യം വിളിച്ചു പറഞ്ഞ് തെരുവിലിറങ്ങി നടന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധത്തിൽപ്പെട്ടതല്ല. ഓരോരുത്തർക്ക് ഓരോ തലവരയുണ്ട്. വരച്ചു വിട്ടേക്കാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും. ആ കർമ്മം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് ഒളിച്ചോടരുത്. നിങ്ങൾ എവിടെ ഒളിച്ചോടും? എവിടെയാണ് നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ? എവിടെയാണ് സ്ഥലം? നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരൻ നിങ്ങളെ അടയാളം കണ്ടുപിടിക്കും. ഡേയ്, ആരും കാണാതെ ഹരിദ്വാറിലെ ഒരു ആശ്രമത്തിൽ വന്ന് സന്യാസിയെ പോലെ വേഷം കെട്ടി നിൽക്കുകയാണല്ലേ. എടാ കുട്ടപ്പ, നീ അവിടെ ഒരു കൊലപാതകം ചെയ്തിട്ട് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് ഓടി വന്നതല്ലേടാ? ഉള്ളിലിരിക്കുന്ന മനസാക്ഷി ചോദിക്കും, ആത്മാവ് ചോദിക്കും. അതുകൊണ്ട്
ഉള്ളിലിരിക്കുന്ന മൂപ്പരെ പറ്റിക്കാൻ നോക്കണ്ട. അദ്ദേഹത്തെ പറ്റിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തെ പറ്റിച്ചു, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ മണ്ണ് വാരിയിട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടി എന്നൊക്കെ വിഡ്ഢികളാണ് കരുതുന്നത്. സർവസാക്ഷിയായി ജീവൻ്റെ ഓരോ പ്രവൃത്തിക്കും, ഓരോ ചിന്തയ്ക്കും, ഓരോ ചലനത്തിനും സാക്ഷിയായി ഹൃദയത്തിൽ ആ ഭഗവാനുണ്ട്. ആ ഭഗവാൻ നമ്മുടെ പുണ്യപാപങ്ങളുടെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന കാര്യം തിരിച്ചറിയണം. ആ പുണ്യപാപങ്ങൾക്കനുസരിച്ചാണ് ജീവികൾക്ക് സുഖവും ദുഃഖവും ആ ഫലദാതാവായ ഈശ്വരൻ നൽകുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് നമ്മളെ ആരെയും കഷ്ടപ്പെടുത്തണമെന്നോ നമ്മളെയൊക്കെ സുഖിപ്പിക്കണമെന്നോ അശേഷം താല്പര്യമില്ല. നീ ചെയ്തത് നീ അനുഭവിക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, വെള്ളം കുടിച്ചേ പറ്റൂ. നന്മ ചെയ്തവൻ സുഖിക്കും. ആ സുഖത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ പറ്റില്ല. അവനെ സുഖിപ്പിച്ചേ അടങ്ങൂ ഈശ്വരൻ. അതുകൊണ്ട് നല്ലത് ചെയ്യൂ, നല്ലത് സംസാരിക്കൂ, നല്ലത് ചിന്തിക്കൂ, നന്മ പ്രചരിപ്പിക്കൂ. വേറെ ഒന്നും നമുക്ക് ഈ ലോകത്തിൽ ചെയ്യാനില്ല. ഏറ്റവും വലിയ നന്മ എന്തെന്നോ? ജ്ഞാനം. ഏറ്റവും നല്ലവനാരെന്നറിയാമോ? ഈശ്വരൻ. അതുകൊണ്ട് ഇത് രണ്ടുമായിരിക്കട്ടെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ വ്യാപിച്ചു നിൽക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ. ഏറ്റവും വലിയ നന്മ ജ്ഞാനം, ഏറ്റവും നല്ലവൻ ജഗദീശ്വരൻ. ആ ജഗദീശ്വരനെ കുറിച്ചുള്ള അറിവ് തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതിനേക്കാളും പവിത്രമായ മറ്റൊന്നുമില്ല. നമുക്കിവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. പറ്റുന്നിടത്തോളം ഈ സത്യം വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, അനുഭവിക്കുക, പ്രചരിപ്പിക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. വേറെ അല്ല, ഒന്നും ചെയ്യാതിരിക്കുന്നതല്ലേ ഇതിനേക്കാളും ശ്രേഷ്ഠം. ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മുടെ ഉള്ളിലെ വാസന, നമ്മുടെ പൂർവജന്മ വാസന, അത് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ആ ചെയ്യപ്പെടുന്നത് നല്ലതായിക്കോട്ടെ. പാപകർമ്മങ്ങളിൽ വ്യാപരിക്കാതിരിക്കണം. അളീകമപ്യനുഭൂതം അളീകമപി സത്യവത് സ്ഥിതം. അനുഭവപ്പെടുന്നതൊക്കെ കള്ളം. അനുഭവപ്പെടുന്നത് കള്ളമാണെങ്കിലും സത്യമെന്ന പോലെയാണ് മനുഷ്യർ അതിനെ അനുഭവിക്കുന്നത്. അതഃ യതഃ തദസ്മന്മതേ സംവിദേവ ന ശൂന്യമിത്യർത്ഥഃ. അതുകൊണ്ട് രാമ, ഇല്ലാത്തതാണ് ഉള്ളതുപോലെ കാണപ്പെടുന്നത്. ഇല്ലാത്തത് മാത്രമേ കാണപ്പെടൂ. ഉള്ളത് കാണപ്പെടില്ല. ഉള്ളത് കാണുന്നവനായി ബാക്കി നിൽക്കും. കാണപ്പെടുന്നത്, കേൾക്കപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നത്, രുചിക്കപ്പെടുന്നത്, ചിന്തിക്കപ്പെടുന്നത്, ധ്യാനിക്കപ്പെടുന്നത് എല്ലാം കള്ളം. ധ്യാനിക്കുന്നവൻ, അനുഭവിക്കുന്നവൻ, കാണുന്നവൻ, കേൾക്കുന്നവൻ, അവനാണ് ആത്മാവ്. അവൻ മാത്രമാണ് സത്യം. അതുകൊണ്ട് കേൾക്കപ്പെടുന്നതിൽ നിന്നും കേൾക്കുന്നവനിലേക്ക് ശ്രദ്ധ തിരിക്കൂ. അനുഭവിക്കപ്പെടുന്നതിനെയൊക്കെ വിട്ടിട്ട് അനുഭവിയിലേക്ക് നമ്മുടെ മനസ്സ് കേന്ദ്രീകരണത്തെ പ്രാപിക്കട്ടെ. നമ്മൾ ദൃശ്യത്തിലാണ് കൊടുക്കുന്നത്. ദൃശ്യത്തിൽ നിന്ന് ശ്രദ്ധയെ പിൻവലിച്ച് ദ്രഷ്ടാവിലേക്ക് തിരിക്കൂ. ആരാണ് ഈ കാണുന്നത്? ആരാണ് കേൾക്കുന്നത്? അപ്പോൾ ഉള്ളിൽ നിന്ന് ഉത്തരം കിട്ടും, ഞാൻ. ആരാണ് ഈ ഞാൻ? എന്താണ് ഈ ഞാൻ? അതിനെ സൂക്ഷ്മമായി പിന്തുടരൂ. ഒരു കുറ്റാന്വേഷണ വിദഗ്ധൻ കൊലയാളിയെ തിരഞ്ഞ് പിന്തുടരുന്നത് പോലെ അയാൾ അറിയാതെ അയാളെ പിന്തുടരുന്നു. ഇതുപോലെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം പോലും അറിയാതെ ഈ അഹങ്കാരത്തിൻ്റെ തായ്വേരന്വേഷിച്ചു പോകാമെങ്കിൽ സത്യത്തിലെത്താം. എങ്ങനെയാണ് ഈ അന്വേഷണം? അതാണ് പലർക്കും പിടികിട്ടാത്തത്. ഉള്ളിലാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളത് ഏകദേശം മനസ്സിലായി. പക്ഷേ ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുക? ഈ ആത്മാവിനെ അന്വേഷിക്കുക, തേടുക എന്ന് പറയുന്നത് കൊണ്ട് വാസ്തവത്തിൽ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ എന്ന് പറയുന്നത് എന്താണ്
എന്ന് ചിന്തിക്കുന്നതിനെയാണ് ആത്മാന്വേഷണം എന്ന് പറയുന്നത്. എന്താണ്, അല്ലെങ്കിൽ ഈ ഞാനെന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ അനേകം ഘടകങ്ങളുണ്ട്. ബാഹ്യ ശരീരം, സ്ഥൂല ശരീരം. അത് മാത്രമല്ല, ആ സ്ഥൂല ശരീരത്തിനുള്ളിൽ സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ, പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം തുടങ്ങിയ സൂക്ഷ്മ തത്വങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റേതാണ് എന്നാണ് ഞാൻ വിചാരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ അതെല്ലാം എന്നാൽ അനുഭവിക്കപ്പെടുന്നവയാണ്. എന്നാൽ അനുഭവിക്കപ്പെടുന്നവയൊന്നും ഞാനാവാൻ പറ്റില്ല. കാരണം അത് അനുഭവമണ്ഡലത്തിലുള്ളതാണ്, ദൃശ്യമാണ്. ദൃശ്യം എങ്ങനെ ദ്രഷ്ടാവായി മാറാൻ പറ്റും? ഇങ്ങനെ തൻ്റെ വ്യക്തിത്വത്തിൽ തന്നെയുള്ള ഓരോ തത്വങ്ങളെയായി നിഷേധിച്ചാൽ അവസാനം നിഷേധിച്ച താൻ മാത്രം ബാക്കി നിൽക്കും. അതായത് ശുദ്ധമായ ഞാൻ എന്ന ഭാവം. പക്ഷേ അതും നിഴലാണ്. ഈ ഞാൻ എന്നുള്ളതിനെ നിങ്ങൾ എത്ര കണ്ട് ശുദ്ധീകരിച്ചാലും, ആ ജീവഭാവം എത്ര തന്നെ പവിത്രമായാലും അതും ഒരു നിഴലാണ്. ആ നിഴലിനെയും തള്ളിക്കളയണം. എന്നാലേ നിഴലിനാസ്പദമായ സത്യത്തിൽ ചെന്നെത്താൻ പറ്റൂ. ആ ഞാൻ കൂടുതൽ കൂടുതൽ പവിത്രീകരിക്കപ്പെടുമ്പോൾ ആ നിഴൽ തനിയെ കൊഴിഞ്ഞു പോയിക്കൊള്ളും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കണ്ട. ഈ ഞാനിനെ ശുദ്ധീകരിക്കുക, അതുമാത്രമാണ് ആത്മജ്ഞാനത്തിനുള്ള മാർഗം. ആ ശുദ്ധീകരണം വിചാരത്തിലൂടെയാണ് ചെയ്യേണ്ടത്. യതഃ തദസ്മന്മതേ സംവിദേവ, ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് അല്ലയോ രാമ, എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ വസിഷ്ഠൻ്റെ അഭിപ്രായത്തിൽ ഇത് ശൂന്യമല്ല എന്ന് പറഞ്ഞാൽ ഇത് അപ്പാടെ ഇല്ലാത്തതല്ല, ഇതിൽ ഉണ്മ കലർന്നിരിക്കുന്നു. നാമരൂപങ്ങളെയാണ് വേദാന്തികൾ മിഥ്യ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. നാമരൂപങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒന്നുണ്ട്, അത് മിഥ്യയല്ല, അത് സത്യമാണ്. അതിന് നാമരൂപങ്ങൾ ഇല്ല. ആ ശുദ്ധമായ സത്തയെ, കേവലമായ ബോധത്തെ ഒരാൾ കണ്ടെത്തുമ്പോഴാണ് അയാളുടെ ജീവിതം ധന്യമായിത്തീരുന്നത്. സാകാരേവ നിരാകാരാ സ്ഥിതാ തദ്വജ്ജഗത്തയാ സംവിദാകാശമാകാശാദണുമേരോരണുര്യഥാ. സാകാര ഇവ നിരാകാരാ സ്ഥിത, ആകൃതി ഇല്ലാത്തതാണ് ഈ ചിത്ത്. പക്ഷേ ആകൃതിയോടുകൂടിയ പ്രപഞ്ചമെന്ന പോലെയും പ്രപഞ്ച പദാർത്ഥങ്ങൾ എന്ന പോലെയും അത് കാണപ്പെടുന്നു. അത് മായയെ ആശ്രയിച്ചിട്ടാണ്. മായയിലൂടെയാണ് ജഗതീശ്വരൻ രൂപങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്. ജഗത്തായി കാണപ്പെടുന്നത് ഈ സർവേശ്വരന് എന്നും ഹരം പകരുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന് ഈ പ്രപഞ്ച രൂപത്തിൽ തന്നെ പ്രകടിപ്പിച്ച് കളിക്കാനാണ് ഇഷ്ടം. അതൊരു ഈശ്വര ലീലയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് അങ്ങനെ ബോറടിക്കുന്ന സ്വഭാവമൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കളിക്കേണ്ട കാര്യവുമില്ല. സമയം പോകുന്നില്ല എന്നുള്ള പരാതി ദൈവത്തിനില്ല. ബോറടി എന്നുള്ളത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. മറ്റ് ജീവികൾക്കൊന്നും ബോറടിക്കാറില്ല. ഒരു കൂട്ടിൽ കിടക്കുന്ന ഒരു മൃഗമോ പക്ഷിയോ എത്ര കൊല്ലമായി അത് ആ കൂട്ടിൽ തന്നെ കിടക്കുന്നു. അവരാരെങ്കിലും എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് ബോറടിക്കുന്നു എന്ന്? പക്ഷി മൃഗാദികൾക്ക് ബോറടിയില്ല. അവയ്ക്ക് വാസനകൾ മാത്രമേ ഉള്ളൂ. കൂട് തുറന്നിട്ടാൽ പറന്നു പോവും. അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്ക് ബോറടിക്കാറില്ല. ഈ ബോറടിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. എന്തുകൊണ്ടെന്നോ, അവൻ്റെ ബുദ്ധി ഒരു വികസിത ബുദ്ധിയാണ്. എന്ന് പറഞ്ഞാൽ അവന് എന്തൊക്കെയോ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജീവികൾക്ക് എന്തെങ്കിലും ഒന്ന് നേടണം, ഒന്ന് കൈക്കലാക്കണം, ഒരു പദവിയിൽ ഇരിക്കണം എന്നൊന്നും അവയ്ക്ക് ആഗ്രഹമില്ല. ഈ സ്ഥാനമാനങ്ങളും ധനസമ്പാദനത്തിലുള്ള മോഹവുമൊക്കെ മനുഷ്യർക്ക് മാത്രമാണ്.
അവർക്കാണ് എന്തെങ്കിലും ഒന്ന് നേടണം, ജീവിത ലക്ഷ്യം എന്നുള്ളത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. മറ്റ് ജീവികൾക്ക് വിശന്ന ആഹാരം കഴിക്കും. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതാത് സമയങ്ങളിൽ ഇണചേരും, കുഞ്ഞുങ്ങളെ പ്രസവിക്കും, അല്ലെങ്കിൽ മുട്ടയിടും, ക്ഷീണം വന്നാൽ ഉറങ്ങും. ഇത്രയേ ഉള്ളൂ മറ്റ് ജീവികൾക്ക്. മനുഷ്യനാണ് ലക്ഷ്യബോധമുള്ളത്. പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള അജ്ഞത അവനെ തെറ്റായ ലക്ഷ്യം നേടാൻ പ്രേരിപ്പിക്കുന്നു. ഏതാണോ ജീവിത ലക്ഷ്യം അതിനെ നേടാൻ അനുവദിക്കാതെ അവൻ്റെ മനസ്സ് തന്നെ അവനെ ദിശ തിരിച്ചു വിടുന്നു, തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു. അത് ഉള്ളിലുള്ള അജ്ഞാനത്തിൻ്റെ പ്രവൃത്തിയാണ്. സാകാരേവ നിരാകാര, ആകൃതി ഇല്ലാത്തതാണ് ഈ ചിത്തെങ്കിലും ആ ആകൃതി ഉള്ളതുപോലെയാണ് അത് പ്രകടമാകുന്നത്. സംവിദാകാശമാകാശാദണു മേരോരണുറിയഥ. സംവിദാകാശം, ചിദാകാശം എന്ന് പറയുന്നത് ഈ ഭൂതാകാശത്തെക്കാളും അത്യന്തം സൂക്ഷ്മമാണ്. ഈ ആകാശത്തിൻ്റെ ഉള്ളിൽ വ്യാപിച്ചിരിക്കുന്ന മറ്റൊരാകാശമാണ് ഈ ചിദാകാശം. ഈ ആകാശം തന്നെ എന്താണെന്ന് ഇതുവരെ നമുക്ക് പിടികിട്ടിയിട്ടില്ല. ശൂന്യത എന്നാണ് നമ്മൾ പറയുന്നത്. സ്പേസ്, ഒന്നുമില്ല, വെറുവെളി. വെളി എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം. നമ്മൾ പുറത്ത് വെളിയിൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ വെളി എന്നുള്ള വാക്ക് തന്നെ ആകാശം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. അതെന്താണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെയാണോ ആ ആകാശത്തിനുള്ളിൽ വ്യാപിച്ചു നിൽക്കുന്ന ചിദാകാശത്തെ നമ്മൾ മനസ്സിലാക്കുക. സംവിദാകാശം ആകാശത്തെക്കാളും സൂക്ഷ്മമാണ്. മേരോഹോ അണുറിയഥ. ഈ ഭൂതാകാശത്തെ സംബന്ധിച്ചിടത്തോളം ചിദാകാശം അത്യന്തം സൂക്ഷ്മമാണ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അറിയാൻ പറ്റുന്ന ഒന്നല്ല. മഹാമേരുവും അണുവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ചിദാകാശത്തിനും ഭൂതാകാശത്തിനും തമ്മിൽ. അത്ര കണ്ട് സൂക്ഷ്മമാണ്. ആകാശാദപ്യണു, ആകാശത്തെക്കാളും സൂക്ഷ്മമാണ് ഈ ചിത്ത്. തത്ര ദൃഷ്ടാന്ത മേരോഹോ അണുഹു പരമാണുർ യഥാ അണുഹു തദ്വത്. മഹാമേരു പർവ്വതവുമായി ഒരു ആറ്റത്തെ നമ്മൾ താരതമ്യം ചെയ്താൽ അത് എത്ര കണ്ട് ചെറുതാണ്. അതുപോലെയാണ് ഈ സ്ഥൂലാകാശവുമായി ചിദാകാശത്തെ താരതമ്യം ചെയ്യുന്നത്. അത് അത്യന്തം സൂക്ഷ്മമാണ്. ഈ ആകാശം സ്ഥൂലാകാശം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇത് വാസ്തവത്തിൽ ഇത് സൂക്ഷ്മമാണ്. ഈ സൂക്ഷ്മമായ ആകാശത്തെക്കാളും വളരെ വളരെ സൂക്ഷ്മമാണ് ചിദാകാശം. അതുകൊണ്ട് അതിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. കില യത്തസ്യ നാമസ്യാദാകാശാദണുതാ കുതഃ കാരണാഭാവതോന്യസ്യ നാകാര ഉപപദ്യതേ. ഏതൊന്നിന് പേര് തന്നെ ഇല്ലയോ അതിനെങ്ങനെ രൂപമുണ്ടാവും? രൂപമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പേര് നൽകിയേനെ. രൂപമുള്ളതിനാണ് മനുഷ്യർ നാമകരണം ചെയ്യുന്നത്. രൂപമില്ലാത്ത ഒന്നിന് ആരും പേര് വയ്ക്കാറില്ല. ദൈവങ്ങൾക്ക് രൂപങ്ങൾ നമ്മൾ കൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയ പേരുകൾ. അരൂപമായ ദൈവത്തിന് എന്ത് പേര്? പേരിൻ്റെ ആവശ്യമില്ലല്ലോ. ദൈവം എന്ന് പറയുന്നത് പോലും അതൊരു പേരല്ല. അത് ആ തത്വത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമാണ്. സത്ത, ബോധം, ഉണ്മ, നിലനിൽപ്പ്, സാന്നിധ്യം, ആനന്ദം, ചിത്ത്, ഈ വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് പേരുകൾ നൽകേണ്ടി വരുന്നത്. കില യത്തസ്യ നാമസ്യാദ് ആകാശാദണുതാ കുതഃ. ആകാശത്തിന് ആകാശം എന്ന പേര് നമ്മൾ നൽകിയിട്ടുണ്ട്. ഈ ആകാശത്തെക്കാളും സൂക്ഷ്മമായ ഒന്ന് അതെങ്ങനെയുണ്ടാവും? അതിനെക്കുറിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള ധാരണയുമില്ല. അതുകൊണ്ട് അതിന് പേര് നൽകേണ്ട കാര്യമില്ല. കാരണാഭാവതോ അന്യസ്യ നാകാര ഉപപദ്യതേ. കാര്യങ്ങൾക്ക് മാത്രമേ മനുഷ്യർ പേര് നൽകേണ്ട കാര്യമുള്ളൂ.
കാര്യങ്ങൾക്ക് മാത്രമേ മനുഷ്യർ പേര് നൽകേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു രൂപം പ്രത്യക്ഷപ്പെട്ട ഒന്നിന് മാത്രമേ പേര് നൽകേണ്ട കാര്യമുള്ളൂ. അതിസൂക്ഷ്മമായ സകലതിൻ്റെയും കാരണമായി വർത്തിക്കുന്ന ആ ആത്മതത്വത്തിന് എന്തിന് പേര്? പക്ഷേ ആ തത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മം, ആത്മാവ്, ബോധം, ജ്ഞാനം, അറിവ് ഇങ്ങനെയുള്ള പേരുകൾ നൽകുന്നു. അത്രയേ ഉള്ളൂ. കാരണാഭാവതോ അന്യസ്യ നാകാര ഉപപദ്യത. കാരണം ഉള്ള ഒന്നിന് മാത്രമേ പേര് നൽകേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞിന് പേര് നൽകുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിൻ്റെ ജന്മത്തിന് മാതാപിതാക്കൾ കാരണമാണ്. പ്രപഞ്ച പദാർത്ഥങ്ങളുടെ എല്ലാം കാരണം ബ്രഹ്മദേവനാണ്. അപ്പോൾ കാരണമുള്ള ഒന്നിന് മാത്രമേ പേര് നൽകേണ്ട കാര്യമുള്ളൂ. ബ്രഹ്മത്തിന് കാരണമില്ല, അത് ഒന്നിൻ്റെയും കാര്യമല്ല, അതുകൊണ്ട് അതിന് പേരിൻ്റെ ആവശ്യമില്ല. ഈ ബ്രഹ്മം എന്നുള്ളത് പേരല്ലേ? അല്ല, അനിർദ്ദേശ്യം എന്നാണ് പറയുന്നത്. നിർദ്ദേശിക്കാൻ പറ്റാത്തത്, ഒരു വാക്കുകൊണ്ടും സൂചിപ്പിക്കാൻ പറ്റാത്തത്. വാക്കുകളൊക്കെ ബ്രഹ്മത്തിൽ നിന്ന് വളരെ അകലെയാണ്. അങ്ങനെയുള്ള വാക്കുകളുടെ സഹായത്തോടു കൂടി ഈ അതിസൂക്ഷ്മമായ ആത്മതത്വത്തെ എങ്ങനെ വർണ്ണിക്കാനാണ്? അത് വാക്കുകൾക്ക് ചെന്നെത്താവുന്നതിലും അപ്പുറത്തുള്ള ഒരു തലമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാനും പറ്റില്ല, പറയാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അനുഭവിക്കാം. അതാണ് ആകപ്പാടെയുള്ള ഒരു മെച്ചം. അനുഭവിച്ചാൽ പോരെ. ആനന്ദം എന്താണെന്ന് ഒന്ന് വിവരിച്ചു തരാമോ? സുഖം, ആനന്ദം, വേദന, ഇതൊക്കെ ഒന്ന് വർണ്ണിച്ച് കേൾപ്പിക്കും നോക്കട്ടെ. ഒരു ഉപന്യാസം തയ്യാറാക്കാമോ? വേദന എന്താണ്? സുഖം എന്താണ്? ദുഃഖം എന്താണ്? വിശപ്പ് എന്താണ്? ദാഹം എന്താണ്? ഉറക്കം എന്താണ്? ഇതൊന്നും നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. വാക്കുകൾ പര്യാപ്തങ്ങളല്ല. പിന്നെ എല്ലാവരും അനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ളതാണ്. ഈ ബ്രഹ്മത്തെ അപൂർവം ചിലർ മാത്രമാണ് സാക്ഷാത്കരിച്ചിട്ടുള്ളത്. അവർക്ക് അതിനെ വർണ്ണിക്കാനും പറ്റുന്നില്ല. വർണ്ണിക്കാൻ പറ്റാത്തത് അവരുടെ പോരായ്മയല്ല, വാക്കുകളുടെ പോരായ്മയാണ്. ഭാഷയിൽ ആ സത്യത്തെ വർണ്ണിക്കാനുള്ള വാക്കുകൾ ഇല്ല എന്നുള്ളതാണ്. കാരണം അത് അനുഭവമാണ്. ഒരനുഭവത്തെയും വാക്കുകളിലൂടെ വർണ്ണിക്കാൻ പറ്റില്ല. ഒരനുഭവവും. തലവേദന ഒന്ന് വർണ്ണിച്ച് കൽപ്പിക്കാൻ നോക്കട്ടെ. വയറുവേദന, തൊണ്ടവേദന, എത്ര വേദനകളുണ്ട് നമുക്ക്. അതുപോലെ സുഖം, പലതരത്തിലുള്ള സുഖമുണ്ട്. മദ്യം കഴിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു സുഖം, നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള ഒരു സുഖം, ഉറക്കത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം, ദാമ്പത്യ സുഖം. ഈ സുഖങ്ങളിൽ ഒന്നിനെയെങ്കിലും ആരെങ്കിലും ആർക്കെങ്കിലും വിവരിച്ച് കേൾപ്പിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഓരോ വ്യക്തിയും സ്വയം അനുഭവിക്കണം. അനുഭവിച്ചറിയേണ്ടതിനെ വാക്കുകളിലൂടെ വ്യക്തമാക്കാൻ സാധ്യമല്ല. ലൗകികമായ ഇന്ദ്രിയ മനോബുദ്ധി തലങ്ങളിലുള്ള അനുഭവങ്ങളെപ്പോലും നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല എന്നിരിക്കെ ഇവയൊക്കെ അതിവർത്തിച്ചിരിക്കുന്ന ആത്മാവിനെ എങ്ങനെയാണ് വാക്കുകളിലൂടെ വർണ്ണിക്കുക? സാധ്യമല്ല. ശാന്തമായി ഒരിടത്തിരുന്ന് അതിൻ്റെ രസം നുണയുക, അത്ര മാത്രമേ നമുക്ക് പറ്റൂ. മനസ്സ് ശാന്തമാകണം, എല്ലാ ചലനങ്ങളും ഉപശമിക്കണം. അപ്പോൾ അതിൻ്റെ രസം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. തർഹി കിം ആകാശാദപ്യണുത തസ്യ ധർമ്മ. ഇപ്പം ആകാശത്തെക്കാളും സൂക്ഷ്മമാണ് ഈ ആത്മാവ് എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു സൂക്ഷ്മത സ്വഭാവമായിട്ടുള്ള ഒന്നാണ് ഈ ആത്മാവ് എന്ന് കരുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. ആകാശാദ് അണുദാഖ്യോ ധർമ്മ കുതഃ. ആകാശത്തെക്കാളും സൂക്ഷ്മമായ ഒന്ന് അത് എങ്ങനെയുള്ളതായിരിക്കും? നമുക്ക് ഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് ആകാശത്തെക്കാളും സൂക്ഷ്മമായ ഒരു ധർമ്മത്തോട് കൂടിയതാണ് ഈ ആത്മാവ് എന്ന് പറയുമ്പോഴും, ആകാശത്തെക്കാളും സൂക്ഷ്മമായത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതെ, ആ സ്വഭാവം എന്താണ് നമുക്കറിയില്ല.
ആകാശാദ് അണുദാഖ്യോ ധർമ്മ കുതഃ ക്വവാ പ്രസിദ്ധ. അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. യത്കില തസ്യ ബ്രഹ്മണോ ധർമ്മോ നാമ സ്യാത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സ്വഭാവവിശേഷം ഉള്ള ഒന്നല്ല ഈ ആത്മാവ്. സകല സ്വഭാവങ്ങളിൽ നിന്നും മുക്തമാണത്. ഉണ്മ അതിൻ്റെ സ്വഭാവമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നശിക്കാതിരിക്കുന്ന അവസ്ഥ, അതാണ് ഉണ്മ അല്ലെങ്കിൽ അനശ്വരത. അത് ആത്മാവിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ അപ്പോഴും അത് വാസ്തവത്തിൽ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടുന്നില്ല. അത് നശിക്കാത്ത ഒന്നാണ് എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. അത് എപ്രകാരമുള്ളതാണ്, എങ്ങനെയുള്ളതാണ്, അതിൻ്റെ സ്വരൂപം എന്താണ്, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആത്മാവ്, ബ്രഹ്മം, ബോധം, ചിത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നു എന്നുള്ളതല്ലാതെ അതെന്താണെന്നുള്ളത് പൊതുവെ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. അതിന് ഈ പരമാത്മാവിന് ഏതെങ്കിലും ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ഗുണവിശേഷം അതിനില്ല. അണുതോക്തേ സ്തർഹി കോഭിപ്രായ തമാഹ. അങ്ങനെ അതിന് ഒരു വിശേഷിച്ചൊരു സ്വഭാവമോ സ്വരൂപമോ ഇല്ലെങ്കിൽ അതിനെ ആകാശത്തെക്കാളും സൂക്ഷ്മം എന്നെന്തിനു പറഞ്ഞു? എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ കേൾക്കുന്നവർക്ക് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. പിന്നെ ഈ ആകാശത്തെക്കാളും സൂക്ഷ്മം എന്ന് പറഞ്ഞതിൻ്റെ പുറകിലുള്ള ഉദ്ദേശ്യമെന്ത് എന്ന് ചോദിച്ചാൽ, അന്യസ്യ ജഗതഃ സ്ഥൂല ആകാരഃ നോപപദ്യത്തെ. അത് ജീവന്മാരുടെ അനുഭവമണ്ഡലത്തിലുള്ള ഒന്നല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. അതിന് സ്ഥൂലമായ ഒരാകൃതിയില്ല, അത് സൂക്ഷ്മമാണ് എന്ന് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചാൽ, സൂക്ഷ്മമായ പലതും നമ്മുടെ അനുഭവമണ്ഡലത്തിലുണ്ട്. ബുദ്ധി സൂക്ഷ്മമാണ്, മനസ്സ് സൂക്ഷ്മമാണ്, ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മമാണ്, പ്രാണൻ സൂക്ഷ്മമാണ്, ജീവഭാവം സൂക്ഷ്മമാണ്. അതെല്ലാം നമ്മുടെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് ഇവയെക്കാളും സൂക്ഷ്മമായ ഒന്ന് എന്ന് പറയേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് അതിനെ ഇതിനേക്കാളും എല്ലാം സൂക്ഷ്മമായത് എന്ന് പറഞ്ഞത്. അല്ലാതെ അങ്ങനെ പറഞ്ഞ് നമ്മയൊക്കെ അതിൻ്റെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കി തരാം എന്നൊന്നും ഈ തത്വദർശികൾക്ക് ഉദ്ദേശ്യമില്ല. താദൃശ കാരണാഭാവാദിതി വക്തും തസ്യ തഥോത്വോക്തിരിത്യർത്ഥ. ഇത് അത്യന്തം സൂക്ഷ്മമായ ഒന്നാണ് എന്ന് പറഞ്ഞാൽ സ്ഥൂലവും സൂക്ഷ്മവുമായ പലതും നമ്മുടെ അനുഭവമണ്ഡലത്തിലുണ്ട്. ആ അനുഭവങ്ങളിലൊന്നിലും പെട്ടതല്ല ഈ ആത്മാവ്. ഈ അനുഭവങ്ങളൊക്കെ ഏതിൻ്റെ സാന്നിധ്യത്തിൽ അനുഭവിക്കപ്പെടുന്നുവോ ആ കേവലമായ അനുഭവത്തെയാണ് ആത്മാവ്, ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ അത് തൽക്കാലം നമ്മുടെ അനുഭവ മണ്ഡലത്തിലുള്ള ഒന്നല്ല. എന്നാൽ തികച്ചും അനുഭവത്തിൽ ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അത് തന്നെയാണ് ഞാനായി പ്രകാശിക്കുന്നത്. ഞാനുണ്ട് എന്നുള്ള അനുഭവം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് അത് പ്രകാശിക്കുന്നു, പക്ഷേ പൂർണ്ണമായി പ്രകാശിക്കുന്നില്ല. ഒരു മറയുണ്ട്, അജ്ഞാന മറ. ആ അജ്ഞാന മറ നീക്കിയാൽ ആത്മാനുഭവം സ്പഷ്ടമായിത്തീരും, വ്യക്തമായിത്തീരും. സർഗാദാവേവ യോ ജാതോ ജാതോയം ജഗതഃ കുതഃ യദേവ വേദനാകാശേ പുരം സ്വപ്നേ തദേവനഃ. സർഗാദാവേവ യഹ അജാതഃ. ഈ പ്രപഞ്ചം സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഇല്ലാത്തതാണ്. ഈ പ്രപഞ്ചം എന്നൊന്ന് ജനിച്ചിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയാൻ പറ്റും? ഇതിനെ ആരാണ് നിർമ്മിച്ചത്? ആരാണ് സൃഷ്ടിച്ചത്? ഇത് സൃഷ്ടിക്കപ്പെട്ടിട്ടേ ഇല്ല. അജാതവാദം.
അതാണ് ഗൗഡപാദ മഹർഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഗൗഡപാദ കാരികയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ സിദ്ധാന്തത്തെയാണ്. പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി കാലം മുതൽ മനുഷ്യർ അന്വേഷിക്കുന്നതാണ് ഈ പ്രപഞ്ചോത്പത്തി. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ചിലർ പറയുന്നു ദൈവം സൃഷ്ടിച്ചതാണെന്ന്, ചിലർ പറയുന്നത് തനിയേ ഉണ്ടായതാണ് ഈ പ്രപഞ്ചം, ചിലർ പറയുന്നു പല ഘടകങ്ങളും സംയോജിച്ചുണ്ടായതാണ് ഈ പ്രപഞ്ചം. അതല്ല, ഇതെല്ലാം കൂടെ ആദ്യം ഒരു വലിയ കട്ട പോലെ ഇരുന്നു, അത് ഒരു സ്ഫോടനത്തിലൂടെ ചിന്നിച്ചിതറി 4 ഭാഗത്തേക്കും തെറിച്ചു. അങ്ങനെയാണ് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടായത്. ഇതൊക്കെ ആധുനിക ശാസ്ത്രത്തിൻ്റെ തന്നെ ഓരോ സിദ്ധാന്തങ്ങളാണ്. ഇതൊന്നും ശരിയല്ല. ആദ്യം എന്തോ ഒന്നുണ്ടായിരുന്നു, അതെന്താണെന്ന് ഈ ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ പിടിയില്ല. അവർ വിവരിക്കുന്നത് മുഴുവൻ അത് പൊട്ടിത്തെറിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. സുഹൃത്തെ, ഈ ആദ്യം ഉണ്ടായിരുന്ന എന്തോ ഒന്നെന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? അതൊന്നും ഞങ്ങൾക്കറിയില്ല. അതിങ്ങനെ പൊട്ടിത്തെറിച്ചു. മഹാവിസ്ഫോടനം, ബിഗ് ബാങ് തിയറി, അതൊരു സിദ്ധാന്തമാണ്. പ്രപഞ്ചോത്പത്തിക്ക് നിദാനമായ ഒരു സിദ്ധാന്തമാണത്. മഹാവിസ്ഫോടന സിദ്ധാന്തം. അവരും ആദ്യം ഒന്ന് ഉള്ളതായി അംഗീകരിക്കുന്നു, അതാണ് പൊട്ടിത്തെറിച്ചത്. അതെന്താണ് സുഹൃത്തെ? എല്ലാം ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഓരോ മാർഗങ്ങൾ. ഒരു 2 ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളങ്ങനെ കുറേ സിദ്ധാന്തങ്ങളൊക്കെ രൂപീകരിച്ച് വെച്ചിട്ടുണ്ട്, കൂടുതലൊന്നും ചോദിക്കരുത്, ഞങ്ങൾ പറയുന്നത് അതുപോലെ കേട്ടോളണം, കാരണം ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണ്. ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ തൻ്റെ മണ്ടത്തരം സമ്മതിച്ചു തരാത്ത മണ്ടൻ എന്നർത്ഥം. താൻ മണ്ടനാണ് എന്ന് അംഗീകരിക്കാത്ത മണ്ടൻ്റെ പേരാണ് ശാസ്ത്രജ്ഞൻ. ഒരാൾക്ക് ബുദ്ധി ഉദിക്കുന്നത്, അല്ലെങ്കിൽ ബുദ്ധി ഒരാൾക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്നോ, താൻ അജ്ഞാനിയാണ് എന്ന് ഒരാൾ അറിയുമ്പോഴാണ് അയാൾ ബുദ്ധിമാനായിത്തീരുന്നത്. എനിക്കറിഞ്ഞൂടാത്ത കാര്യങ്ങൾ, എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ അറിയാം, മറ്റ് പല കാര്യങ്ങൾ അറിഞ്ഞൂടാ. ഇപ്പോൾ ഒന്നും അറിയാതെ എല്ലാം അറിയാം എന്ന് കരുതുന്നവൻ വിഡ്ഢിയല്ലാതെ എങ്ങനെ ബുദ്ധിമാനാകും? അതുകൊണ്ട് തൻ്റെ മണ്ടത്തരം അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ശരി, ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ശരി, ഇനി വരാൻ പോകുന്ന ശാസ്ത്രജ്ഞന്മാർ ശരി, ഇവരാരും തങ്ങൾക്ക് പറ്റിയ അമളി സമ്മതിച്ചു തരില്ല. കാരണം അത്ര കണ്ട് ഉള്ളിൽ അഹങ്കാരം തടിച്ചു കൊഴുത്തിരിക്കുന്നു. തനിക്ക് കാര്യങ്ങൾ നല്ല പോലെ അറിയാമെങ്കിൽ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകൂ. 2 ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഗംഭീരനും മുട്ടുമടക്കും. വിദ്യാരണ്യ സ്വാമികൾ പഞ്ചദശിയുടെ ആദ്യം തന്നെ പറയുകയാണ്, പല സിദ്ധാന്തങ്ങളും ഭാരതത്തിൽ നിലവിലുണ്ട്, നിങ്ങൾ 2 ചോദ്യം അങ്ങോട്ട് ചോദിച്ചു നോക്കൂ, അവരുടെ ഉള്ളിലുള്ള അജ്ഞതയെ അവർ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടും, അല്ലെങ്കിൽ ഏതെങ്കിലും മുടന്തൻ സമാധാനം പറയും. ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകൂ. അങ്ങനെ ഉത്തരം നൽകുന്ന ഒരു സിദ്ധാന്തവും ഭാരതത്തിലില്ല. അല്ല, വേദാന്തമില്ലേ? ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം നൽകുന്നത് വേദാന്തമാണല്ലോ. ആര് പറഞ്ഞു? ഈ അജ്ഞാനം ആത്മാവിൽ എങ്ങനെ കടന്നു വന്നു? ആ ചോദ്യത്തിന് വേദാന്തത്തിൻ്റെ പക്കലും ഉത്തരവില്ല. പക്ഷെ അവർ വേറൊരു കാര്യം പറയുന്നുണ്ട്, അജ്ഞാനം എന്നൊന്നില്ല. ജ്ഞാനസ്വരൂപമായ വസ്തുവിൽ എങ്ങനെയാണ് അജ്ഞാന മറയുണ്ടാവുന്നത്? ആ അജ്ഞാനം പോലും മായയുടെ ഒരു ഭ്രമം, അല്ലെങ്കിൽ ആ അജ്ഞാനം എന്നുള്ള അവസ്ഥ പോലും ഒരു ഭ്രമമാണ്. വാസ്തവത്തിൽ ഇവിടെ അജ്ഞാനവുമില്ല. അജ്ഞാനമില്ലെങ്കിൽ ബന്ധവുമില്ല, ബന്ധമില്ലെങ്കിൽ കർമ്മങ്ങൾ ഇല്ല. അപ്പോൾ ചിത്തശുദ്ധി വേണ്ട, ശ്രവണ മനനങ്ങൾ വേണ്ട, ഇതൊന്നിൻ്റെയും ആവശ്യമില്ല. ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിന് മോക്ഷം? ബന്ധത്തിൽ അകപ്പെട്ടവരല്ലേ മോക്ഷം അന്വേഷിക്കുക. ബന്ധമില്ലെന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ മോക്ഷം. അല്ലാതെ ബന്ധത്തെ സത്യമെന്ന് കരുതി അവിടെ ഇരുന്ന് പല സാധനങ്ങളുമൊക്കെ ചെയ്ത് മസിൽ പിടിച്ച് തലകുത്തി മറിഞ്ഞ് ഞാൻ മോക്ഷത്തിലേക്ക് പോവുകയാണ്.
ഒന്നുമില്ല. അവസാനം ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ആ ഒരു 2-3 വാക്കുണ്ടല്ലോ, ആവർത്തിച്ച് പറഞ്ഞ വാക്ക്, അതിൽ തന്നെ വന്ന് നിൽക്കണം. ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. എന്നാൽ ഒന്ന് മാത്രം ഉണ്ട്. ആ ഒന്നിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാവും. ആ ഒന്ന് എങ്ങനെയുള്ള ഒന്നാണെന്ന് ചോദിച്ചാൽ അതിനെ വാക്കുകളിലൂടെ വർണ്ണിക്കാൻ പറ്റില്ല. അതിനെ അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കുക മാത്രമാണ് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഒന്നുമല്ലാത്തതുപോലെ ഇരിക്കുന്ന ഒന്നാണ്, എല്ലാമായിരിക്കുന്ന ഒന്നാണ്. ഒന്നുമല്ലാത്തതായും കാണപ്പെടുന്നത് അത് തന്നെയാണ്. ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ആ ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത്. അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് തന്നെ ധാരാളം. നമുക്കിന്ന് നിർത്താം. തുടർന്നുള്ള ശ്ലോകങ്ങൾ നാളെ വായിക്കാം.